അതൊക്കെ അങ്ങോട്ട് പോയത് ഇതിനകത്താട്ടോ. സ്നാക്കും ഇതിനകത്താണ്, നാപ്പി ഇതിനകത്താണ്, വാട്ടർ ഇതിനകത്താണ്. സോറി നാപ്കിൻ. നാപ്പി കുഞ്ഞിനോട് ഇവിടെ കെട്ടുന്നതാണ്. സോറി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നിപ്പോൾ സാറ്റർഡേ ആട്ടോ. അപ്പോൾ ഇന്ന് ആദ്യക്കുഞ്ഞ് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. അപ്പം രാവിലെ ഹസ്ബൻഡ് ഇന്നിവിടെ ഇല്ല കേട്ടോ, ഒരാവശ്യത്തിന് പുറത്ത് പോയേക്കുവാണേ. അപ്പം ഞാനും ആദ്യക്കുഞ്ഞിവിടെ നടന്നാണ് രാവിലെ സ്കൂളിൽ പോകുന്നത്. നടന്നു പോകാൻ ആർക്കും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഡെയിലി ഇങ്ങനെ ബൈക്കിൽ പോയി നടക്കാനായിട്ട് വലിയ മടുപ്പാണ്. പക്ഷെ ഇങ്ങോട്ട് ഉച്ചയ്ക്ക് വരുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ശീലിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ. എന്ന് പറഞ്ഞ പോലെ രാവിലെ നടന്നു പോകുമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്കും അതേ വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒന്നിച്ച് ഇവിടുന്ന് ഇറങ്ങുന്നതിനോടാണ് എനിക്കും താല്പര്യം കേട്ടോ. അതെന്നാന്നറിയത്തില്ല, തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ പോകാൻ പറ്റത്തില്ലോ. അങ്ങനെ അതേ ഞാൻ ആദ്യക്കുട്ടിനുള്ള ഫുഡെല്ലാം റെഡിയാക്കി ഞാനും ആദ്യക്കുട്ടിനോട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് വരാം അല്ലേ? അങ്ങനെ ഞങ്ങളിതേ പോകാനിറങ്ങി. അപ്പം ഞാൻ ആ ബാഗ് പൊക്കി കാണിച്ചതെന്നു വെച്ചാൽ ആദ്യമേ ഞാൻ വേറൊരു ബാഗ് ഇട്ടുകൊണ്ടാണല്ലോ ഇറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്തുവാ വേറെയാണോ പിന്നെ മാറ്റിയേക്കുന്നത്? അത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ആ ബാഗിനകത്ത് ഇപ്പോൾ ഈ 2 ഫോണും എടുത്തോണ്ട് പോകുന്നതുകൊണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് കുഞ്ഞു ബാഗിന് വെയിറ്റ് താങ്ങാതെ അതിപ്പോൾ പൊട്ടുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോണും എല്ലാം കൂടെ നിലത്ത് കിടക്കണ്ടെന്ന് ഓർത്ത് ഇടയ്ക്ക് വെച്ച് അതൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞതേ ഞാൻ തിരിച്ച് വന്ന് ഇനിയിപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡാണ് കേട്ടോ, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആദ്യക്കുട്ടന് ഇന്ന് സ്നാക്കായിട്ട് കൊടുത്തു വിട്ടത് ഇതായിരുന്നു. ബ്രെഡിൽ ഈ ന്യൂട്ടല തേച്ചിട്ട് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ബ്രെഡ് ചപ്പാത്തികളൊക്കെ ചില ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുത്തു വിടാറുണ്ട്. അത് വലിയ ഇഷ്ടമാണ് അങ്ങനെ കൊടുത്തു വിടുന്നത്. അപ്പം പിന്നെ ഞാനും ഇന്ന് അത് തന്നെ ആക്കാമെന്ന് കരുതി. വേറെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം അടുത്താണ് കയറി വന്നത്. ഞങ്ങൾ ലിഫ്റ്റിൽ ഇപ്പം അധികം അങ്ങനെ കയറാറില്ല. ലിഫ്റ്റിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം പിന്നെ ഇനി കയറിയിട്ട് പെട്ട് പോകണ്ടെന്ന് ഓർത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്തായാലും കയറത്തില്ല. കാരണം ഹസ്ബൻഡും കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറും കേട്ടോ. നമുക്കൊരു ധൈര്യമാണല്ലോ. നമ്മളെല്ലാവരും കൂടെ കയറുമ്പം എന്തെങ്കിലും വന്നാലെന്ന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും അത് തുറന്നു തരുമെന്നോ ഒരു വിശ്വാസം. ഞങ്ങൾ തന്നെ കയറുമ്പോൾ ആ ഒരു വിശ്വാസം എനിക്കില്ല കേട്ടോ. അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തലേദിവസം ഒന്ന് സ്മാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വെച്ചപടി അവിടെ ഇരിക്കുക കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് മേടിക്കാനും എല്ലാ സാധനങ്ങൾ നമുക്ക് ഉള്ളതാണ് നല്ലത്. പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞത് എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് കേട്ടോ. എനിക്ക് തുണി അതുപോലെ തന്നെ കൊണ്ടുപോയി വിരിച്ചിടാൻ, മടക്കി തുണിയാണ് എനിക്ക് മടക്കാൻ വലിയ പ്രശ്നമില്ല. തുണി അലക്കി കഴിഞ്ഞിട്ട് വിരിച്ചിടാൻ എനിക്ക് ഭയങ്കര മടുപ്പാണ്, ഭയങ്കര താമസമാണ്. അതുപോലെ ഈ സാധനങ്ങളെല്ലാം അതാത് സ്ഥലത്ത് ഒന്ന് എടുത്തു വെക്കുന്നത്, കുപ്പികളൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുന്നത്, അതൊക്കെ എനിക്ക് ഇച്ചിരി മടുപ്പാണ്. പക്ഷേ എല്ലാം ചെയ്യും കേട്ടോ, നമുക്ക് ചെയ്യാതെ പറ്റത്തില്ല. ഉള്ളിൻ്റെ ഉള്ളിലൊരു മടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഓരോന്നും എടുക്കുകയാണ്. അപ്പം ഞാൻ ഈ നോക്കുന്നതെന്നു വെച്ചാൽ നമ്മുടെ പൊടി ഐറ്റങ്ങളാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ പൊടികളൊക്കെ മേടിക്കും എല്ലാ പ്രാവശ്യം. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തേതും ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ വാങ്ങുന്നതുകൊണ്ട് അപ്പോൾ എക്സ്പയറി ഒന്ന് നോക്കി ഇപ്രാവശ്യത്തേനാണല്ലോ എക്സ്പയറി കൂടുതൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേതിനും ചിലപ്പോൾ 2027 തന്നെയാണേലും 1 മാസത്തേക്ക് ആണെങ്കിലും പുറകോട്ട് വ്യത്യാസം കാണുമായിരിക്കും. അപ്പോൾ 1 മാസമാണെങ്കിൽ പോലും ഇരിക്കുന്ന പൊടിയുടെ അകത്തോട്ട് പിന്നെയും ഇതുകൂടെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊടി തീരുന്ന സമയത്ത് കൈ കിട്ടുന്ന എടുത്ത് നമ്മൾ പൊട്ടിച്ച് ബാക്കിൽ ഇട്ട് വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് എക്സ്പയറി പഴയതിൻ്റെ കൂടെ നോക്കിയിട്ട് 1 മാസത്തെ ഉള്ളെങ്കിൽ പോലും അതെടുത്തൊന്ന് മാറ്റി വെക്കുവേ. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡപ്പയിലെ തീരുമ്പോഴത്തേനും അതെടുത്തങ്ങ് പൊട്ടിച്ചിടും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പൂത്ത് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യുവേ. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം വേണ്ട ഓരോന്നും എല്ലാത്തിൻ്റെയും കുപ്പികളിലൊക്കെ ആക്കി ഇപ്രാവശ്യം പോയപ്പോഴും നമ്മൾ ഈ ക്യാഷ്യൂനട്ടാണ് മേടിച്ചത്. ഇത് ഇരുന്ന് കേട്ടോ, പഴയതാണ്. അപ്പം ഇതെല്ലാം ഒന്ന് തീരുമ്പോഴത്തേനും ഞാൻ ഈ കുപ്പിയിലാക്കിയിട്ടൊന്ന് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. അപ്പം ആ ബദാമാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ്. കഴിക്കാതെ ഞാൻ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അടുക്കളയിൽ തന്നെ അതിരിക്കും. അങ്ങനെ തീരാതിരുന്നു. അപ്പം എല്ലാം കൂടെ ഒന്ന് കൊണ്ടുപോയി ആക്കി ടേബിളിൽ വെച്ചതാണ്. പിന്നെ സോയാബീൻ, അത് 1 വർഷത്തേനുള്ള സോയാബീൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ സോയാബീൻ അധികം അങ്ങനെ വാങ്ങാറുണ്ടായിരുന്നില്ല, നേരത്തെയൊക്കെ വാങ്ങുമായിരുന്നു. ഇപ്രാവശ്യം മേടിക്കാൻ ഓർത്ത് നോക്കിയപ്പോഴത്തേനത് നമ്മൾ ബില്ലടിക്കാൻ നേരത്താണ്. ബില്ല് അടിച്ചു തുടങ്ങി. അപ്പോഴത്തേനും ആ സോയാബീൻ്റെ കാര്യം ഓർത്ത് പിന്നെ ഓടിപ്പോയി തേടിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ കൈ കിട്ടിയത് ഈ വലിയ കൂട, അതുകൊണ്ട് അങ്ങ് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതെടുത്തിട്ട് ശകലം എല്ലാം കൂടെ, ശകലമല്ല മൊത്തം പൊട്ടിച്ച് പാക്കറ്റിലാക്കി ബാക്കി വന്നതെല്ലാം ഒരു റബ്ബറൊക്കെ ഇട്ട് അങ്ങനെ മൊത്തം സെറ്റാക്കി കവറെല്ലാം എടുത്ത് വെച്ചിട്ട്
ഇനിയിപ്പോൾ വീട് ക്ലീനിങ് കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടി സ്കൂളിൽ പോയിരിക്കുന്നതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ അവിടെ കിടന്നോളും കേട്ടോ വൈകുന്നേരം വരെ. പിന്നെ വരുമ്പോൾ പിന്നെയും എല്ലാം നിരത്തും. അപ്പോൾ അത്ര നേരം വൃത്തിയായി കിടന്നോളുമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് അതാത് സ്ഥാനത്ത് ബിൽഡിംഗ് സെറ്റുകളും എല്ലാം ഒന്ന് പറക്കി വെച്ച് തൂത്തുവാരി ഇടുവാണേ. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വൈകുന്നേരമായി. ഞാൻ വീണ്ടും സ്കൂളിൽ പോകാൻ ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അത് പകലുള്ള വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അയ്യോ നടക്കണമല്ലോ എന്നോർത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഹസ്ബൻഡ് ആ സമയത്ത് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൂടെ നടന്നു പോകുന്ന പുറകിൽ നിന്ന് അങ്ങോട്ട് കണ്ട് വന്ന് വിളിച്ച് ഞങ്ങൾ ഏതായാലും ബൈക്കിന് ഒന്നിച്ചാട്ടോ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നത്. അപ്പോൾ സമാധാനം ഉണ്ട് കേട്ടോ, അത്രയൊന്നും വെയിലത്ത് നടക്കേണ്ടി വന്നില്ല. അപ്പോൾ വന്നപ്പോഴേ ഞാൻ ആദ്യക്കുട്ടിൻ്റെ ബാഗെല്ലാം ഒന്ന് തുറന്നു നോക്കുക, ചോറൊക്കെ കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ. സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ഞാൻ അവനോട് ആദ്യം ചോദിക്കുന്നതാ ഫുഡ് ഫുള്ള് കഴിച്ചോന്ന്. അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ അവൻ ഇല്ലെന്ന് പറയും കേട്ടോ. എന്നാലും വരുമ്പോഴേ ഞാൻ എല്ലാം എടുത്ത് നോക്കും കേട്ടോ. പിന്നെ ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് ഉച്ചയായതേ ഉള്ളല്ലോ, 12 മണി ആയതേ ഉള്ളൂ. അപ്പം ഞാൻ ചോറ് അടുപ്പേ വെച്ചിട്ടായിരുന്നു പോയത്, കുക്കറിലിട്ടിട്ടായിരുന്നു പോയത്, വെന്ത് വെച്ചിട്ടായിരുന്നു പോയത്, ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന് നോക്കിയപ്പം വെള്ളമൊക്കെ ഇച്ചിരി വറ്റി, ചോറ് ഇച്ചിരി കുറുകറാന്നിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ പച്ചവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാമെന്ന് ഓർത്തെ. അപ്പോൾ കുറച്ചൊക്കെ ചോറൊന്ന് വിട്ടിരിക്കും കേട്ടോ. കുക്കറിൽ വെക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ ഇപ്പം ഞാൻ മിക്ക ദിവസവും കുക്കറിൽ തന്നെയാണ് വെക്കാറുള്ളത്. കാരണം എളുപ്പപ്പണിയാണ്, മറ്റേതിനെക്കാട്ടിലും നേരെ എടുത്ത് കഴുകി അങ്ങ് ഇട്ടാൽ മതി. മറ്റേത് എന്തോ രാത്രി ഭയങ്കര മടി തോന്നും കഴുകി ഇടാൻ വേണ്ടി. റൈസ് കുക്കറിൽ വെക്കുന്ന ചോറ് തന്നെ കേട്ടോ നല്ലത്. നമ്മുടെ ഈ തെർമൽ കുക്കറിനകത്ത് തെർമലല്ല പ്രഷർ കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടിലും മറ്റേ നമ്മൾ വീട്ടിലൊക്കെ കലത്തി വെക്കത്തില്ല അല്ലാതെ അടുപ്പയിൽ, അതുപോലെ തന്നെ ഇരുന്നോളൂ റൈസ് കുക്കറിലാകുമ്പോൾ. പിന്നെ അതിൽ തന്നെ വെക്കണം. പിന്നെ നേരെ വേണ്ട ഞാൻ 2 പപ്പടം കാച്ചാന്ന് വിചാരിച്ച് നമ്മൾ സ്മാർട്ടിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇത് പപ്പടമല്ലെന്നേ, അപ്പളമാണ്. പപ്പടം എഴുതിയിരുന്നത്, പക്ഷെ ഇത് നമ്മുടെ സാധാരണ പപ്പടമല്ല, അപ്പളമായിരുന്നു. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ പപ്പടം എനിക്കൊന്ന് ഉഴുന്ന് വെച്ചും ഇതിനകത്ത് എന്തോ വ്യത്യാസമുണ്ട്. എന്നാലും ഇത് അപ്പളം. എനിക്കാണെങ്കിൽ രണ്ടും ഇഷ്ടമാണ്. എന്നാൽ ഇവിടുന്ന് അപ്പളം കൂട്ടി ഇത് കൂട്ടാൻ, നമ്മുടെ പപ്പടം കൂട്ടാനായിട്ട് പപ്പടം അപ്പളം എന്ന് പറഞ്ഞ് അല്ലേ. എന്തായാലും ഇതെന്താ സംഭവം അപ്പളം കേട്ടോ. അപ്പോൾ അതങ്ങ് കാച്ചി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ കറിയുടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതെടുത്തൊന്ന് ചൂടാക്കണം. പിന്നെ മോര് കാച്ചിയത് ഇരിപ്പുണ്ട്, നമ്മുടെ സ്ഥിരം കറികളൊക്കെ തന്നെ. അപ്പം ഇതൊക്കെ മതി, ഞങ്ങൾക്ക് വലിയ കറിയൊന്നും വേണ്ട. അപ്പോൾ വേണ്ട അതൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ പപ്പടത്തിന് ഇതുവരെ എനിക്കൊരു പപ്പടം കുത്തി വാങ്ങിച്ചില്ല, ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ വാങ്ങണം. ഇവിടുന്നാണ് ഈ പപ്പടക്കുത്തിക്ക് എന്തോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തുമില്ല. സ്റ്റീൽ കടയിലൊന്ന് കയറാമെന്ന് വെച്ചാൽ പപ്പടക്കോല് അതിനെന്താണോ എന്തോ കന്നഡത്തിൽ പറയുന്നത്. എന്താണേലും ഇതെല്ലാം വിളമ്പി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരുറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരും കിടന്നുറങ്ങി കേട്ടോ. മറ്റേ ആദ്യക്കുട്ടൻ കിടക്കത്തേ ഉണ്ടായിരുന്നില്ല പകല്. ഇനിയിപ്പോൾ നേരത്തെയൊക്കെ വന്നുകൊണ്ടോ എന്തോ പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേനും കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് എനിക്കാണെങ്കിൽ ഉറക്കം കഴിഞ്ഞതിൻ്റെ നല്ല വിശപ്പ്. അപ്പം നേരെ ഞാനും ഇവർക്കെല്ലാവർക്കും അതെ ബ്രെഡും നമ്മുടെ ന്യൂട്ടല്ലായും കൂടെ തേച്ച് കൊടുക്കും കേട്ടോ. ഞാൻ ഇവിടെ തേക്കുന്നയാൾ, ഞാൻ തേച്ചെടുക്കും, ഇവരെല്ലാവരും കഴിക്കും. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഞാനിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞാനും കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പീനട്ടല്ല ന്യൂട്ടല്ല, ഇവിടെ ഒരിടയ്ക്കെല്ലാം പീനട്ടായിരുന്നു സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതാട്ടോ എൻ്റെ വായിൽ പീനട്ട് എന്നുള്ള പേര് വരുന്നത്. അങ്ങനെ വേണ്ട അതൊക്കെ ആദ്യക്കുട്ടന് കൊടുത്തിട്ട് ഞാൻ ആ സ്പൂണും കൂടെ അങ്ങ് നോക്കി കഴിച്ചു കേട്ടോ. ഈജിയെ നാണക്കേടല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും കേട്ടോ ചായ എടുക്കാൻ കയറിയത്. അതെല്ലാം കൂടെ കഴിച്ച് മധുരമായിരുന്നതുകൊണ്ട് കുറച്ച് കഴിയട്ടെന്ന് ഓർത്തു. എല്ലാ മധുരവും കൂടെ കഴിയുമ്പോൾ ഒരു ചെകിടുപ്പാണല്ലോ. അപ്പോൾ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചായ എടുത്തു. ആദ്യക്കുട്ടന് വേണ്ട ഒരു നുള്ള ചായപ്പൊടി ചായയായിട്ട് മതിയെന്ന് പറഞ്ഞു. രാവിലെ ബൂസ്റ്റ് കൊടുത്തിട്ടും കുടിച്ചില്ല. പിന്നെ അധികമൊന്നും പറയാൻ നിന്നില്ല, ഒരു നുള്ള ചായപ്പൊടി ഇട്ട് ചായ എന്നൊരു പേരാക്കി കൊടുത്തു കേട്ടോ ആദ്യക്കുട്ടനും. അതാകുമ്പോൾ ഹാപ്പിയാണ്, ഇങ്ങനെ കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആദ്യക്കുട്ടനെ എടുത്തു, തന്നെ ഞങ്ങൾക്കുള്ള ചായ എടുത്തു. പിന്നെ ഇപ്പം ചായ എപ്പോൾ എടുത്താലും ഉണ്ടല്ലോ ഈ അരിപ്പയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നത്, അത് എൻ്റെ കുഴപ്പമാണോന്നും അറിയത്തില്ല, നേരെ കുറച്ച് താഴോട്ട് പോകും കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്നറിയത്തില്ല. എന്നാൽ ഇന്നൊരു തൊള്ളി വീണിട്ടുള്ളൂ കേട്ടോ. മറ്റേ ഞാൻ എപ്പോൾ എടുത്താലും കുറച്ചിങ്ങനെ അരിപ്പയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങ് താഴ്ത്ത് വീഴും. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഹോളൊക്കെ അടഞ്ഞിരുന്നിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ചാണ് കേട്ടോ കഴുകുന്നത്. എന്നാലും ചായ അരിക്കുന്ന അരിപ്പയ്ക്കൊരു കളർ വ്യത്യാസമാണല്ലോ, ചായക്കറയായിരിക്കും. അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഈ ചായരിപ്പ കഴുകുന്ന ഒരു സൈസ് വയർ ബ്രഷ്. അതെനിക്ക് തോന്നി നമ്മുടെ ഈ സ്ക്രബ്ബറിൻ്റെ ഒക്കെ പോലെ തന്നെ സ്റ്റീലായിട്ടുള്ള പല്ലുള്ള ബ്രഷാണെന്ന് തോന്നുന്നു. അപ്പം അതിങ്ങനെയൊന്ന് മേടിക്കണമെന്ന് ഓർക്കുക. നമ്മളിവിടെ ഡിമാർട്ടിലൊന്നും പോകുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മീഷോയിൽ വല്ലതും ഒന്ന് കയറി നോക്കണം. അപ്പം അതേ ചായ എടുത്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞാനൊന്ന് അളവൊന്ന് കറക്റ്റാക്കി എടുത്തിട്ട് പിന്നെ മധുരമൊക്കെ തൊള്ളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എനിക്കും അധികം ശകലം മതി.
പിന്നെ അപ്പം പഞ്ചസാര എല്ലാം സെപ്പറേറ്റ് ഇട്ട് ഒന്നിച്ച് ചായ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മധുരമൊക്കെ സെപ്പറേറ്റ് ഇട്ട് എടുക്കുന്നതുകൊണ്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതേണ്ട ഇവിടെ എല്ലാം ഒന്ന് തുടച്ചൊക്കെ ഇട്ട് അപ്പം അവർ അച്ഛനും മോനും അവിടെ ഉണ്ട് കേട്ടോ, അവരവിടെ ഇരുന്ന് ചായ കുടിക്കുകയും ഒക്കെയാണ്. ബിസ്ക്കറ്റ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ആക്കിയേക്കാൻ നോക്കും. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നും ഇല്ല. രാത്രിയിലത്തേന് ചോറുണ്ട്, ചോറ് കുക്കറിലിരിപ്പുണ്ടല്ലോ. പിന്നെ പോയിട്ട് ചിക്കൻ കറി ഒന്ന് ചൂടാക്കിയത്. ചിക്കൻ കറി ചൂടാക്കുമ്പോഴത്തേനും പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തീർച്ചയാകും. എന്നാലും കുഴപ്പമില്ല, അപ്പം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ. പിന്നെ അധികം ഇട്ട് ഉരയ്ക്കാനൊന്നും നിൽക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ കൈയോടെ അങ്ങ് ക്ലീൻ ചെയ്തിരുവേ. എനിക്കാണെങ്കിൽ പണ്ടൊന്നും ഇല്ലാത്തൊരു അസുഖമുണ്ട്. ഇപ്പം തന്നെ ഇങ്ങനെ ആയപ്പോൾ തന്നെയാണ് ഈ ഏതു നേരം ക്ലീൻ ആക്കൽ ഇച്ചിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും സമയമില്ല കേട്ടോ. ഈ ക്ലീനിങ്ങിന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ എല്ലാ കാര്യത്തിനും ഇങ്ങനെ സമയം ഭയങ്കര കുറവാണ് എനിക്ക്. എന്നോട്ട് കാര്യങ്ങളൊന്നും അധികം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. ഈ ക്ലീനിങ് മാത്രം ഏതു നേരം നടക്കുന്നുണ്ട്. അതിനെനിക്കിപ്പം അത്യാവശ്യം കേൾക്കാറുമുണ്ട് കേട്ടോ വഴക്ക്. കാരണം ഒന്നിനും സമയമില്ലെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കാലിന് വേദനയുമാണ്. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി ഒന്ന് കുറയ്ക്കണം ഇനി തൊട്ട്. അപ്പം നിങ്ങൾക്ക് എന്നെ പോലത്തെ ഇതുണ്ടോയെന്നൊന്ന് പറയണം കേട്ടോ. ഓവർ ക്ലീനിങ്, സൂക്ഷ്മത ഇച്ചിരി കൂടുതലുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുക കേട്ടോ. ഇനിയിപ്പം നേരെ പോയി തൂത്ത് വാരണം, കുളിക്കണം, പിന്നെ വിളക്ക് കത്തിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ, വേറെ പരിപാടികളൊന്നും ഇല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി പോകുമ്പോൾ ഒന്ന് കണ്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ